ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ സാധാ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇട്ടില്ല. നമ്മൾ വീട്ടിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും അമ്മയച്ഛനൊക്കെ വന്നായിരുന്നു. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുറച്ച് ദിവസം അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് ഗെയിമിങ് വീഡിയോസ്, ഇപ്പോൾ ഒരു ഗെയിമിങ് വീഡിയോ ഇടുന്നുണ്ട്. ഇപ്പോൾ ഡ്രോയിങ് മാത്രമൊന്നും ഇടില്ല, ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇടും കുറച്ച് ദിവസം. ഇപ്പം ഞാൻ ഇന്ത്യൻ ബൈക്സ് 3D എന്ന് പറഞ്ഞൊരു ഗെയിം ആട്ടോ കളിക്കുന്നു. അപ്പം നിങ്ങൾക്കറിയില്ല, അപ്ഡേറ്റൊക്കെ വന്നായിരുന്നു. ഞാൻ കുറേ പ്രാവശ്യം വിചാരിച്ചു ഈ അപ്ഡേറ്റ് വരുന്ന സമയത്തൊന്ന് കളിക്കണം എന്നൊക്കെ. അപ്പം ഞാൻ നേരത്തെ മുമ്പേ ഞാൻ കളിച്ചതാണ്. കുറേ ഇത് അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് ഞാൻ കളിച്ച് തുടങ്ങിയൊരു ഗെയിമാണ്. അപ്പം അറിയാലോ, നമ്മളെ എയർപോർട്ടൊക്കെ വന്ന് പുതിയ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇതിൽ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഇപ്പോഴാണ് ഇതൊക്കെ കളിക്കുന്നത്. ഇതിൽ അപ്പം ഞാൻ ഇനി മുതൽ ഇതേപോലത്തെ ഗെയിംസൊക്കെ ഇടും. ഇതേപോലെ ഇന്ത്യൻ 3D എന്ന് പറഞ്ഞ ഗെയിംസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം എന്താ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും. നമ്മുടെ 8370 അടിക്കുമ്പോഴുള്ള ഓട്ടോറിക്ഷ കിട്ടുന്നതായിരിക്കും. പരസ്യം പണി കിട്ടി എന്ത് ചെയ്യും, ഇഷ്ടം പറ്റേ. അപ്പോൾ നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നെ അറിയാമല്ലോ, നമ്മുടെ വണ്ടി കിട്ടിയിട്ടുണ്ട്. എമ്മച്ചാണ്, നമ്മുടെ മഹാരാഷ്ട്രയിലത്തെ ഒരു വണ്ടിയാണ്. പക്ഷേ വണ്ടീൻ്റെ കളർ പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ വേറെ കുറേ ഇതും വന്നിട്ടുണ്ട്. നമ്മുടെ പുതിയ എൻഡവറൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പം എൻഡവർ നല്ലൊരു ഇതൊക്കെയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓട്ടോറിക്ഷ വെസസ് ഡൈനോസർ ആട്ടോ. അപ്പം ഓട്ടോറിക്ഷ വെച്ച് നമുക്ക് ഡൈനോസറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ അവിടെ പോകാം. നമ്മുടെ ജുറാസിക് പാർക്ക് പോകണം. അവിടെയാണുള്ളത്. നമ്മൾ ഓട്ടോറിക്ഷ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ കുറേ വണ്ടികൾ വെച്ച് നമ്മൾ ഇനിയും ചെയ്യും. ഓട്ടോറിക്ഷ വന്നു, പിന്നെ എൻഡവറൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കുറേ ഇതുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എത്താനായിട്ടുണ്ട്. നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ കവാടത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. കവാടത്തിലെത്തി നമ്മൾ തുറക്കാൻ വേണ്ടി പോവാണ്. തുറന്നപ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ ദൂരം പോകേണ്ടി വരും. നമുക്ക് ടീറക്സ് ഒക്കെ കിട്ടുമെന്നല്ല. ഞാൻ ആദ്യം ചെന്ന് കാണുന്നൊരു വലിയ ഏതോ ഒരു പേര് കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ അടുത്തെത്തും. പിന്നെ അതിൻ്റെ റൈറ്റ് പോകുമ്പോൾ അങ്ങ് സ്പൈനോന്ന് അങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം സ്പൈനോ നോക്കാം. ഏതൊക്കെ ഡൈനോസർ പോരെ, ടീറക്സ് തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് കൺട്രോൾ ചെയ്യാൻ പാടാണെന്ന് വെച്ചാൽ നമ്മൾ വളയ്ക്കുമ്പോഴൊക്കെ സൈഡ് ഉരയും, കുറച്ച് പ്രോബ്ലമാണ്. അപ്പോൾ അപ്ഡേറ്റ് വന്ന ശേഷം ഞാൻ ജുറാസിക് പാർക്കിൽ വന്നിട്ടില്ല. എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. അപ്പം നമുക്ക് നേരെ സാധാരണ എന്തെങ്കിലും ഒന്നുണ്ടോ. അതെന്താ സ്പൈന് കിട്ടിയിട്ടുണ്ട്. വളർത്തുമ്പോൾ ചെന്ന് പോകും. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്, എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പം എൻ്റെ ആദ്യത്തെ ഒരു ഗെയിമിങ് വീഡിയോ ആണ്. അപ്പം എല്ലാവരും ലൈക്കും ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെട്ട ഇതിലൊക്കെ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ നിങ്ങളത്തെ വീഡിയോ സമയത്ത് വെറുതെ ഇരിക്കില്ല, ഒന്ന് വെറുതെ ഒന്ന് അടിച്ചിരിക്കേ, ഒന്ന് വെറുതെ നിൽക്കേണ്ട ആവശ്യമൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളൊന്ന് വയ്ക്കാം. അപ്പം നമുക്ക് നേരെ പോവാം. നമ്മുടെ ബാഗിലുണ്ട്. നമുക്ക് എത്ര സ്പീഡ് കൊണ്ട് നമുക്കതിനെ നോക്കാൻ നോക്കാം. എത്ര സ്പീഡ് കൊണ്ടാണ് നമ്മുടെ ഓട്ടോറിക്ഷൻ്റെ സ്പീഡ് നോക്കാം. അപ്പോൾ നമ്മൾ അങ്ങ് ദൂരത്തുനിന്ന് നോക്കാം. ബാഗിലുണ്ട് പണ്ടേ അങ്ങനെ ആയതുകൊണ്ടാണ്. ഓട്ടോക്ക് പിന്നെ അങ്ങനെ സ്പീഡ് ഉണ്ടാവില്ല. ഈ ഗെയിമിൽ അത് തന്നെ, ഉള്ള ആ സ്പീഡ് മാത്രമേ ഉണ്ടാവും. അപ്പം തിരിഞ്ഞ് നോക്കാം. അത് നമ്മുടെ ബാഗിൽ തന്നെ ഉണ്ട്. അതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത്രക്കും ഉണ്ടോ നോക്കട്ടെ. കുറച്ചെത്തിയപ്പോൾ പിന്നെ പോയി കേട്ടോ. അത് എത്രയൊക്കെ എന്നാലും ഇതും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ പറ്റും. ഒരു ഇതിൽ വരെ നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ അങ്ങനെ സ്പീഡൊന്നും ഇല്ല. പിന്നെ ഓട്ടോക്ക് പിന്നെ അങ്ങനെ സ്പീഡൊന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഈ ഓട്ടോറിക്ഷനെ പറ്റി നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മൾ ഈ ഓട്ടോയിൽ
ഇത് നല്ല ഫിനിഷിങ് ചെയ്തതാണ്. ഞാൻ ഒരു ദിവസം നോക്കുന്ന നല്ല ഫിനിഷിങ് ആയിരുന്നു കേട്ടോ. കാണിച്ചു തരാം. നമ്മുടെ കണ്ട നമ്മുടെ ഈ കണ്ട ഹാൻഡിലും പിന്നെ അതിലത്തെ സീറ്റ് പിടിക്കുന്ന ഒരു കമ്പി പിന്നെന്ന് പറയുകയാണെങ്കിൽ കണ്ണാടി പിന്നെ പണ്ടത്തെ ഓണൊക്കെ പിന്നെ തന്നെ ഒരു ഒക്കെ നമ്മുടെ അത് ആ കളറ് പിന്നെ ഇൻഡിക്കേറ്ററിൽ വരുമ്പോൾ ഈ ഒരു സംഭവം വരും. എന്താ അതിൻ്റെ പേര്? ഇവിടെ ഒരു സംഭവം വരുന്നുണ്ട്. പിന്നെ എല്ലാം ഉണ്ട്. മറ്റേ ബോട്ടിലൊക്കെ വെക്കാനുള്ളത് അതിൻ്റെ താഴൊക്കെ കണ്ടില്ലേ. അപ്പം എല്ലാം ആ ഫിനിഷിങ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് അവിടെയൊക്കെ എല്ലാം അവർ എല്ലാം ഫിനിഷിങ് കട്ടണം. പിന്നെ ഏറ്റവും ഉള്ളത് കണ്ടോ ഇവിടെ ചെറിയൊരു ചില്ലൊക്കെ ഉണ്ട്. അതും അത് കറക്റ്റായിട്ട് അത് പക്കയായിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വൈപ്പർ അത് കറക്റ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനിപ്പം നിങ്ങൾക്ക് ഇത് കളിക്കുന്ന സമയത്ത് ഓട്ടോ ആണ് എടുക്കുമെന്നൊക്കെ പറഞ്ഞു. എടുക്കത്തി നമുക്കിനി നമ്മുടെ ഇനി അടുത്ത് നോക്കുമ്പോൾ ടെസ്റ്റുകളാണ് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് ഇനി സൈക്കിൾ വേഴ്സസ് സ്പൈന് നോക്കുമ്പോൾ ഇതിന് കിട്ടിയ ഡൈനോസർ നമ്മൾ എടുക്കുന്നത് അത്രയുള്ളൂ. ബാഗിലുണ്ട് ഉണ്ടാവട്ടെ നമുക്കുണ്ടാവില്ല. നല്ല ഗെയിംസ് വരുന്നുണ്ട്. നമുക്ക് വേണം ഇപ്പോൾ ഇരുന്ന് വഴി നോക്കാൻ. പക്ഷേ ടെസ്റ്റുകൾ ചെയ്യണ്ടേ. ഒരു ദിവസം ഞാൻ സ്പൈനൊന്ന് കൊല്ലുന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ നല്ലൊരു ഇതുണ്ടാവും. ഞാൻ കൊന്നിട്ടൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ടീറക്സിനെ കൊന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും കൊന്നിട്ടുണ്ടാവും. അത് നിങ്ങളും കൊന്നിട്ടുണ്ടാവും, ഞാനും കൊന്നിട്ടുണ്ടാവും. നമ്മുടെ കവാട് എത്തി. നമുക്കൊന്ന് അടുത്ത സൈക്കിളിലെടുക്കാം. ഇല്ല ഇത് നിങ്ങൾക്ക് അറിയില്ല. പിന്നെ സ്പൈഡറിൻ്റെ നമ്പറൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓട്ടോ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത് നമ്മുടെ സൈക്കിളും പിന്നെ ഇപ്പോൾ നമ്മൾ സൈക്കിളാണ് ഇടുന്നത്. അടുത്ത സൈക്കിൾ ഇപ്പം പരസ്യമുണ്ട് ഗൈസ്. എന്ത് ചെയ്യാൻ പരസ്യം ഗൈസ്. നമ്മൾ സൈക്കിൾ എത്തിയിട്ടുണ്ട്. കയറാം. കളറൊന്നും മാറ്റുന്നില്ല. നമുക്ക് പിന്നെ ജസ്റ്റ് ഒന്ന് പോകേണ്ട ആവശ്യമല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങനെയൊന്നുമില്ലല്ലോ. തുറന്നു വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലം എവിടെയായിരുന്നു? അവിടെ ഉണ്ടെന്ന് പിന്നെ നല്ലതാണ്. കണ്ടാ ഫ്രണ്ട് വീലൊക്കെ പൊന്തിച്ചിട്ട് നമുക്കിനി അവിടെ പോകണം. ഒരു സ്പീഡൊന്നും ഇല്ല. അല്ല അങ്ങനെ സ്പീഡൊക്കെ നമുക്ക് പോകാനുള്ള ആവശ്യത്തിനൊക്കെ പോകാനുള്ള സ്പീഡൊക്കെ ഉണ്ട്. പിന്നെ ബൈക്കും കാറിൻ്റെ അത്രയൊന്നും ഇല്ലെങ്കിലും സ്പീഡൊക്കെ ഉണ്ട്. ഒക്കെ മതി വെച്ചിരിക്കും. നമ്മുടെ സ്പൈനോനെ കണ്ട ഏരിയ എവിടെയാ? ഇത് മുട്ടയാണാവോ? അതാ നമ്മുടെ സ്പൈനോ. ഇത് നമുക്കിപ്പോൾ അങ്ങോട്ട് പോയാൽ പിന്നെ അറിയാലോ. ഞാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഇടുന്നുണ്ട് ആയതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ പോവാം. വളയ്ക്കാം. എവിടെ നിന്ന് വളയ്ക്കാം? നമുക്ക് വളച്ച് നമുക്ക് അങ്ങറ്റം വരെ പോവാം. സൈക്കിളും കൊണ്ട് പറ്റുമോ? നമുക്ക് ഒറ്റ മിനിറ്റ് നമുക്ക് അവിടെ എടുത്ത് വരട്ടെ. എന്താ അത് അടുത്ത സ്പൈനോ? അയ്യോ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല സ്പീഡിൽ കത്തിച്ചു വിടാം. നോക്കാം നമുക്ക് ഈ സൈക്കിൾ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ നോക്കാം. വരുന്നുണ്ടോ? അത് ബാക്കിലൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബാക്കിൽ വരുന്നുണ്ടോ? നിർത്തി ഇല്ല. അപ്പം നമ്മുടെ സൈക്കിളും കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പം നമുക്ക് ഒരു ഡൈനോസറിൽ നിന്ന് നമുക്ക് സൈക്കിളും കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും. അതൊരു നല്ല കാര്യമാണ്. പിന്നെ ഗൈസ് നമുക്ക് കുതിര വച്ചിട്ടായിരുന്നു. പക്ഷേ എൻ്റെ നമ്പർ എത്രയായിരുന്നു? നമ്പർ 200 ആകത്തില്ലേ അല്ലേ?
അല്ല 700 ആ 700. ഞാൻ വിചാരിച്ച് അതെന്ത് വണ്ടി നിറങ്ങ അയ്യോ ഗസ് ഇതാണ് ഗ്ലിച്ച് കിട്ടോ. നമുക്ക് വേണം അടുത്ത ഗ്ലിച്ച് നോക്കാം. വേണമെങ്കിൽ ഇതാണ് നമ്മുടെ ഗ്ലിച്ച്. എന്ത് ശോകം അത്. നമുക്കൊന്ന് ബാക്ക് പോവാം. ഗെയിമിന് ബാക്ക് പോവാം. നമ്മുടെ ഇനി അടുത്ത റീസ്റ്റാർട്ട്. നമ്മുടെ കുതിര എത്തിയിട്ടുണ്ട്. നമ്മൾ നേരിട്ട് തന്നെ ജുറാസിക്കിലേക്ക് എത്തി. അതാണ് ഏറ്റവും സിമ്പിൾ വഴി. വെറുതെ എന്തിനാ നമുക്ക് അവിടെ ബിൽഡിംഗ് ഉണ്ടാകട്ടെ. ഇതിന് പിന്നെ സ്പീഡൊക്കെ ഉണ്ട് വേണമെങ്കിൽ. ഇതാ ചാടൊക്കെ ചെയ്യാണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഏത് ഡയറക്ഷനിലാണ് പോകണ്ടേ അത് നമുക്കറിയോ? ഇല്ലല്ലേ, എനിക്കറിയില്ല. അപ്പം നമുക്ക് ഈ വഴിയല്ല പോകണ്ടേ. നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകണ്ടേ. അവിടെ ട്രെയിനൊക്കെ കാണുന്നുണ്ട്. ട്രെയിൻ കാണുന്ന സ്ഥലത്ത് പോകണ്ടല്ലോ. അപ്പം നമുക്ക് ഈ വഴി പോയി നോക്കാം. എവിടെ എത്തുമാവോ ആർക്കറിയാം. ഒറ്റ മിനിറ്റേ. ഞാൻ കണ്ട സ്ഥലത്തേക്ക് പോവാണ്. ഹലോ. അപ്പം നമ്മൾ കുതിരയെ കൊണ്ട് നമ്മൾ ഇതിനങ്ങനെ സ്പീഡില്ല കേട്ടോ. നമ്മുടെ അടുത്തെത്തുന്നുണ്ട്. ഇത് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നോക്കാം. എന്താ ഇത് വളഞ്ഞും തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ. ഓയ്യോ സ്പീഡില്ല കേട്ടോ. എൻവിഡിറ്റി എഴുത്തടത്തില്ല. പക്ഷേ പണിയിട്ട് നമുക്ക് അങ്ങനെ പോവാം. നമ്മൾ അവിടെ നിന്ന് വളഞ്ഞു പോവാം. നമുക്ക് പാമ്പ് പോലെ പോവാം. പിന്നെ അതിനെ അങ്ങനെ പിടിക്കാൻ ഇനി ഒരു കട്ടയേ ഉള്ളൂ. അവിടെ എത്തുമ്പോഴേക്കും അത് പോയി. പണിയാട്ടാ. നമുക്കൊരു ഗ്ലിച്ച് അടിച്ചാൽ കുറച്ച് ചാടിയാലോ. അതൊന്നും വേഗമൊന്നുമല്ല. നമുക്ക് ഇൻഫിനിറ്റി എടുത്തിട്ടില്ല. അതൊന്നും എടുത്തിട്ടില്ല. കവാട എത്തിയ പിന്നെ എങ്ങനെയായാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് സ്ട്രെയിറ്റായിട്ട് പോവാ. നിഴല് കാണുന്നുണ്ട്. അങ്ങനെ കവാട എത്തി. അയ്യോടാ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുതിര കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഡൈനോസറിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അതാണ് അങ്ങനെയാണ്. അല്ലേ കുതിരയിൽ നിന്ന് ഫോണെടുക്കാനും പറ്റാത്തതുകൊണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നിർത്താൻ വേണ്ടി പോകണം. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്താൻ വേണ്ടി പോവാണ്. അപ്പം നമുക്കൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അയ്യോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ബായ്. എല്ലാവർക്കും ബായ്. നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.